പൈത്തൺ ട്യൂട്ടോറിയൽ സീരീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പൈത്തൺ പ്രോഗ്രാമിലെ ലൂപ്പുകളെ കുറിച്ചാണ്. ലൂപ്പുകൾ ഉപയോഗിക്കുന്നത് പ്രോഗ്രാം ഡ്രൈ ആക്കാനും കൂടാതെ ഐറ്ററബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റിലൂടെ ഐറ്ററേറ്റ് ചെയ്യാനുമാണ്. അപ്പോൾ പ്രോഗ്രാം ഡ്രൈ ആക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഡ്രൈ എന്നുള്ളത് ഡു നോട്ട് റിപ്പീറ്റ് യുവർ സെൽഫ് എന്നുള്ളതിന്റെ ചുരുക്കരൂപമാണ്. അപ്പോൾ പ്രോഗ്രാം ഡ്രൈ ആക്കുക എന്നതിന് പിന്നിലെ ആശയം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഈ ഒരു ആശയത്തിന് ഉദാഹരണം കാട്ടുവാനായി 1 മുതൽ 5 വരെയുള്ള സംഖ്യകളുടെ സം കാണാനുള്ള ഒരു പ്രോഗ്രാം ഞാനിവിടെ എഴുതുകയാണ്. അപ്പോൾ ഞാനിവിടെ ഫൈനൽ അണ്ടർസ്കോർ സമ്മ എന്ന പേരിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ആ ഒരു വേരിയബിളിന് അസൈൻ ചെയ്യുന്നത് 0 എന്നുള്ള വാല്യൂ ആണ്. 1 മുതൽ 5 വരെയുള്ള സംഖ്യകളുടെ സം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫൈനൽ അണ്ടർസ്കോർ സമ്മ എന്ന് പറയുന്ന ഈ ഒരു വേരിയബിൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫൈനൽ അണ്ടർസ്കോർ സമ്മ എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിനോട് കൂടി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫൈനൽ അണ്ടർസ്കോർ സമ്മ പ്ലസ് ഈക്വൽ ടു 1 എന്ന് എഴുതുന്നു. 1 മുതൽ 5 വരെയുള്ള സംഖ്യകളുടെ സം കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഇതേ ഓപ്പറേഷൻ തന്നെ അടുത്തതായി 4 പ്രാവശ്യം കൂടി നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഇവിടുന്ന് കോപ്പി ചെയ്യുകയാണ്. അതിനുശേഷം 4 പ്രാവശ്യം പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ 5 വരെയുള്ള സംഖ്യകളുടെ സം കണ്ടതിന് ശേഷം ഫൈനൽ അണ്ടർസ്കോർ സമ്മ എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് 1ന് പകരം 2, 3, 4, 5 എന്നിങ്ങനെ ആക്കുകയാണ്. അപ്പോൾ 2, 3, 4, 5. ഇവിടെ നമ്മൾ ഫൈനൽ അണ്ടർസ്കോർ സമ്മ പ്ലസ് ഈക്വൽ ടു 1 എന്ന് എഴുതിയിരിക്കുന്നത് ഒരു ഷോർട്ട് ഹാൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ഈ ഒരു ഷോർട്ട് ഹാൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഫൈനൽ അണ്ടർസ്കോർ സമ്മ ഈക്വൽ ടു ഫൈനൽ അണ്ടർസ്കോർ സമ്മ പ്ലസ് നമ്പർ എന്നുള്ളതിൻ്റെ ചുരുക്കരൂപമാണ്. അപ്പോൾ ഫൈനൽ അണ്ടർസ്കോർ സമ്മ പ്ലസ് ഈക്വൽ ടു 5 എന്നുള്ള അവസാനത്തെ ഓപ്പറേഷന് ശേഷം ഫൈനൽ അണ്ടർസ്കോർ സമ്മ എന്ന് പറയുന്ന വേരിയബിളിൽ എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ഫൈനൽ അണ്ടർസ്കോർ സമ്മ്. പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 15 എന്ന ഔട്ട്പുട്ട് കിട്ടുന്ന കാണാൻ കഴിയും. അതായത് 1 + 2 + 3 + 4 + 5 എന്നുള്ളത് 15 ആണ്. ഇപ്പോൾ 1 മുതൽ 5 വരെയുള്ള സംഖ്യകളുടെ അല്ല 1 മുതൽ 101 വരെയുള്ള സംഖ്യകളുടെ സം കണ്ടുപിടിക്കണമെന്നിരിക്കട്ടെ. അപ്പോൾ ഇതേപോലെ ഫൈനൽ അണ്ടർസ്കോർ സമ്മ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് 101 പ്രാവശ്യം അസൈൻമെന്റ് ഓപ്പറേഷൻ നടത്തുക എന്നുള്ളത് നല്ലൊരാശയമല്ല. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ഒരു അസൈൻമെന്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ആവർത്തനം ഒഴിവാക്കുക എന്നുള്ളതാണ് ഡ്രൈ അഥവാ ഡു നോട്ട് റിപ്പീറ്റ് യുവർ സെൽഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൈത്തണിൽ ഉപയോഗിക്കാവുന്ന 2 ലൂപ്പുകളാണ് വൈൽ ലൂപ്പും ഫോർ ലൂപ്പും. അപ്പോൾ വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. വൈൽ ലൂപ്പിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് വൈൽ കണ്ടീഷൻ എന്നുള്ളതാണ്. ഈ ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത് പൈത്തണിലെ കമ്പാരിസൺ ഓപ്പറേറ്ററുകൾ ഉപയോഗിച്ചാണ്. ഇവിടെ നമ്മൾ നൽകുന്ന കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ റിട്ടേൺ ചെയ്യുന്നത് എന്നതിനനുസരിച്ചാണ് വൈൽ ലൂപ്പ് ആവർത്തിക്കപ്പെടണമോ വേണ്ടയോ എന്നത് തീരുമാനിക്കുന്നത്. വൈൽ ലൂപ്പിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്പർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ട നമ്പറുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറിക്കൊണ്ടിരിക്കുന്ന നമ്പറുകളാണ് നമ്മൾ നമ്പർ എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്പറിന് ലഭിക്കാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ 2 രീതിയിൽ എഴുതാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമ്പർ ലെസ് ദാൻ 6 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്പർ എന്നുള്ളത് 5ഓ അതിൽ താഴെയോ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി ഈ വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ ആവർത്തിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങൾ എഴുതുന്നത് ഒരു ഇൻഡന്റേഷൻ ബ്ലോക്കിന്റെ ഉള്ളിലാണ്. ആ ഒരു ഇൻഡന്റേഷൻ ബ്ലോക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഒരു കോളൻ എഴുതുക. അതിനുശേഷം എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചു കഴിയുമ്പോൾ കഴ്സർ ലെഫ്റ്റ് സൈഡിൽ നിന്നും 4 സ്പേസിന് ശേഷം അല്ലെങ്കിൽ ഒരു ടാബ് സ്പേസിന് ശേഷം വന്ന് നിൽക്കുന്നത് കാണാൻ കഴിയും. ഈ ഒരു കാര്യമാണ് ഇൻഡന്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നല്ലൊരു ടെക്സ്റ്റ് എഡിറ്റർ അല്ലെങ്കിൽ ഐഡിയലി ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിലാണ് ഈ ഒരു ഓട്ടോമാറ്റിക് ഇൻഡന്റേഷൻ സൗകര്യം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 1, 2, 3, 4, 5 എന്നിങ്ങനെ എഴുതിയിരിക്കുന്ന ഈ ഒരു നമ്പേഴ്സിന് പകരമാണ് നമ്മൾ നമ്പർ എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിക്കുന്നതെന്ന്. ഇവിടെ ആവർത്തിച്ച് വന്നിരിക്കുന്ന ഈ 1 മുതൽ 5 വരെയുള്ള അഡീഷൻ ആണ് നമുക്ക് ഈ ഒരു ഇൻഡന്റേഷൻ ബ്ലോക്കിന്റെ അകത്ത് എഴുതേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഫൈനൽ അണ്ടർസ്കോർ സമ്മ് പ്ലസ് ഈക്വൽ ടു നമ്പർ എന്ന് നമുക്ക് ഇവിടെ എഴുതാം. നമുക്കറിയാം ഇവിടെ നമ്മൾ നമ്പർ ഈക്വൽ ടു 0 എന്നാണ് ആദ്യം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ കണ്ടീഷൻ എഴുതിയിരിക്കുന്നത് നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നതിനാൽ അതായത് ഇപ്പോൾ കണ്ടീഷൻ എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 അഥവാ ഈ ഒരു കണ്ടീഷൻ ട്രൂ എന്നായിരിക്കും റിട്ടേൺ ചെയ്യുക. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിൻ്റെ അകത്ത് ഇപ്പോൾ വ്യത്യാസമൊന്നും വരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഈ ഒരു വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നതനുസരിച്ച് ഈ ഒരു വൈൽ ലൂപ്പ് ഒരു ഇൻഫിനിറ്റ് ലൂപ്പായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്പർ എന്ന് പറയുന്ന ഈ ഒരു വേരിയബിൾ വൈൽ ലൂപ്പിനുള്ളിൽ വെച്ച് 5ഓ അതിൽ കൂടുതലോ ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വൈൽ ലൂപ്പിനുള്ളിൽ നിന്നും പുറത്ത് കിടക്കാനാവുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ നമ്പർ പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ്
വൈൽ ലൂപ്പിന്റെ ഓരോ ഐറ്ററേഷനിലും നമ്പർ എന്ന് പറയുന്ന വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വൈൽ ലൂപ്പിൽ ഓരോ ഐറ്ററേഷനിലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചുരുക്കി ഒന്ന് പെട്ടെന്ന് പറയാം. ആദ്യം നമ്മൾ വൈൽ ലൂപ്പിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിൽ അത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുന്നത് ശരിയാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് 0 എന്ന് പറയുന്നത് 5നേക്കാൾ കുറവാണ്. ഈ ഒരു കണ്ടീഷൻ ആദ്യത്തെ ഐറ്ററേഷനിൽ സാറ്റിസ്ഫൈ ചെയ്തതിനാൽ നമ്മൾ വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ എൻ്റർ ചെയ്യും. ഫൈനൽ അണ്ടർസ്കോർ സമ്മ പ്ലസ് ഈക്വൽ ടു നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഓപ്പറേഷൻ ആണ്. അതായത് ഫൈനൽ സമ്മ എന്ന് പറയുന്ന വേരിയബിളിനോട് നമ്പർ കൂട്ടുകയും അതിനുശേഷം ഫൈനൽ സമ്മ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്തായിട്ട് റിസൾട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഫൈനൽ സമ്മ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് ആദ്യം സ്റ്റോർ ചെയ്തിരിക്കുന്നത് 0 ആയതിനാൽ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിലെ 0യും കൂടെ കൂട്ടി ഫൈനൽ സമ്മിൻ്റെ അകത്ത് ഇപ്പോൾ 0 തന്നെയായിരിക്കും റിസൾട്ട് ലഭിക്കുക. അതിനുശേഷം നമ്പർ എന്ന് പറയുന്ന വേരിയബിളിനോട് ഇപ്പോൾ 1 കൂട്ടുന്നതിനാൽ നമ്പർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആവും. ഇനി വൈൽ ലൂപ്പിന്റെ അടുത്ത ഇറ്ററേഷനിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ നമ്പർ എന്ന് പറയുന്ന വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്തതിനാൽ നമ്പറിന്റെ വാല്യൂ ഇപ്പോൾ 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുന്ന കണ്ടീഷൻ ശരിയാണ്. 1 5നേക്കാൾ ചെറുത് തന്നെയാണ്. അപ്പോൾ ഫൈനൽ അണ്ടർസ്കോർ സമ്മിനോടൊപ്പം നമ്പർ എന്ന് പറയുന്നത് ആഡ് ചെയ്യുകയും അത് ഫൈനൽ അണ്ടർസ്കോർ സമ്മിൻ്റെ അത് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്പർ എന്ന് പറയുന്നത് 1 ആയതിനാൽ തന്നെ ഫൈനൽ അണ്ടർസ്കോർ സമ്മ എന്ന് പറയുന്നത് 1 ആവും. അതിനുശേഷം അടുത്ത ലൈനിൽ നമ്പർ എന്ന് പറയുന്ന വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്യും. അതായത് നമ്പറിൻ്റെ അകത്ത് ഇപ്പോൾ സ്റ്റോർ ചെയ്യുന്നത് 2 ആണ്. ഈ ഒരു കാര്യം ആവർത്തിക്കുകയും വൈൽ ലൂപ്പിന്റെ ഓരോ ഇറ്ററേഷനിലും നമ്പർ എന്ന് പറയുന്ന വേരിയബിൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ ഫൈനൽ അണ്ടർസ്കോർ സമ്മ എന്ന് പറയുന്ന വേരിയബിളിനോട് നമ്മൾ ഇവിടെ ചെയ്തതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും നമ്പർ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്പർ എന്ന് പറയുന്ന വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്ത് 6 ആകുമ്പോൾ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വൈൽ ലൂപ്പിൽ നിന്നും പ്രോഗ്രാം കൺട്രോൾ എക്സിറ്റ് ചെയ്യും. ഈ ഒരു 5 ലൈനിൽ എഴുതിയിരിക്കുന്ന ഓപ്പറേഷനുകളാണ് നമ്മുടെ വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ലൈനുകൾ ഞാൻ ഇവിടെ നിന്നും റിമൂവ് ചെയ്യുന്നു. വൈൽ ലൂപ്പിന് പുറത്ത് നമ്മുടെ ഫൈനൽ സമ്മ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ 15 എന്ന് പറയുന്ന റിസൾട്ട് തന്നെയാണോ വീണ്ടും കിട്ടുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ 15 എന്നാണ് നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. വൈൽ ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള വീഡിയോ ആനിമേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു കാലത്ത് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് വളരെയധികം കൂടി. അതിനാൽ തന്നെ ഫോർ ലൂപ്പിനെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് അടുത്ത പാർട്ടായിട്ട് ചെയ്യാം. അപ്പോൾ ശരി, വീണ്ടും കാണാം.